ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ്, ഹാൾ വീഡിയോസ്, റിവ്യൂ വീഡിയോസ്, DIY വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതായത് ന്യൂ ബോൺ ബേബീസ് ഉള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബേബീസ് ഡെലിവറി അടുത്തിരിക്കുന്ന അമ്മമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കേണ്ട ന്യൂ ബോൺ ബേബി എസെൻഷ്യൽ തിങ്സ് അതെന്തൊക്കെയാണ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഭാവിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ബേബി ഇപ്പോൾ 7 months ആയി. സോ ആദ്യത്തെ ആ ഒരു 3 months എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അത് അഫോർഡബിൾ ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഇപ്പം ബേബി സോപ്സ് ഉണ്ട്, അതുപോലെ ഓയിൽസ്, അതൊക്കെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പം ഞാൻ ഏതാണ് യൂസ് ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പം മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ പോലെ ഒന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയപ്പേഴ്സ് ഇല്ല, അതുപോലെ എന്താ പറയുക, ബ്രസ്റ്റ് പമ്പേഴ്സ് ഇല്ല, അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും പണ്ടത്തെ ആൾക്കാരൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, സ്ത്രീകളൊക്കെ വർക്കിംഗ് ആണ്, അപ്പോൾ അവർക്കും കൂടി കംഫർട്ട് ആവുന്ന രീതിയിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. എന്നാൽ പോലും എല്ലാവർക്കും ഒന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ തന്നെ മാക്സിമം എന്താ പറയുക, യൂസ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഏതാണ്, ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്തത്, അതിൻ്റെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 14 items ആണ് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും വേണമെങ്കിലും സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും ഈ 14 items എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്വാഡിൽ ക്ലോത്ത് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് ആണ്. ഇത് മസ്റ്റായിട്ടും ബേബിക്ക് വേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞുള്ള കുറച്ച് സമയത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ വാം ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബ്ലാങ്കറ്റും അതുപോലെ സ്വാഡിൽ ക്ലോത്തും. അതായത് സ്വാഡിൽ ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കരുതേണ്ടത്, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം അവയ്ക്കായിട്ട് വാങ്ങി വെക്കേണ്ട പ്രൊഡക്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് സ്വാഡിൽ ക്ലോത്ത് ആൻഡ് ബ്ലാങ്കറ്റ്. സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജബലാസ് ആൻഡ് റോംബർ ആണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത് പോന്നിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടൈം ഞാൻ ജബലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് കോട്ടൺ ക്ലോത്ത്സ് ആയിരുന്നു മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പീ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്ലീൻ ചെയ്യും. കാരണം ഡേ ടൈം നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഉണ്ട്, നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനൊക്കെ പറ്റും. പക്ഷെ നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നത് നമ്മൾ അറിയത്തുണ്ടാവില്ല. ആ സമയത്ത് അപ്പം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഡയപ്പറാണ്. ആ സമയം ഇപ്പോൾ റോംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു കോൾഡ് ക്ലൈമറ്റും കംഫർട്ടാണ്. സോ റോംബേഴ്സ് ഞാൻ നൈറ്റ് ടൈം യൂസ് ചെയ്തിട്ടുണ്ട്, ഡേ ടൈം യൂസ് ചെയ്തിരുന്നത് ജബ്ലാസ് ആണ്. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോംബേഴ്സ് ആൻഡ് ജബ്ലാസ് ആണ് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ഐറ്റംസിൽ മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട രണ്ടാമത്തെ ഐറ്റംസ് ആണ് ക്ലോത്ത്സ്. അതിൽ വരുന്നത് ജബ്ലാസ് ആൻഡ് റോംബർ. അടുത്ത മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയപ്പേഴ്സും അതുപോലെ കോട്ടൺ നാപ്പീസ് ആണ്. ഇപ്പം ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ നൈറ്റ് ടൈം ഞാൻ ഡയപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ അറിയുന്നുണ്ടാവില്ല കുഞ്ഞ് പീ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത്. അപ്പം നനവിൽ കുഞ്ഞുങ്ങൾ കിടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഡയപ്പറാണ് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുക. ഞാനൊരു 3 to 4 hours ഡയപ്പർ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. കാരണം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ യൂസ് ചെയ്തിരുന്ന ഡയപ്പേഴ്സ് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമി പോക്കോ പാൻസും അതുപോലെ പാമ്പേഴ്സിൻ്റെ ഈ 2 ബ്രാൻഡിൻ്റെ ഡയപ്പേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡേ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് കൊണ്ടുള്ള നാപ്പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം പണ്ട് പഴയ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ പീസസ് നമ്മൾ കട്ട് ചെയ്ത് അതും യൂസ് ചെയ്യും. അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മാക്സിമം ഡേ ടൈം നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുക, നൈറ്റ് ഡയപ്പറും വേണം. അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഡയപ്പറും അതുപോലെ കോട്ടൺ ക്ലോത്ത്സും ആണ്. ഇനി നാലാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പണ്ട് വെറ്റ് വൈപ്സ് ഒന്നും ആരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറ്റ് വൈപ്സ് ഒക്കെ എന്താ പറയുക യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി എന്താ പറയുക ഈസി ആക്കും കാര്യങ്ങൾ.
അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ ടൈമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റൂൾ പാസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന് റാഷസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വെറ്റ് വൈപ്സ് അത്യാവശ്യമാണ്. അതല്ലാത്ത സമയത്തിൽ നമ്മൾ കൂടുതലും കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യാം. കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ നോക്കുക. അതായത് വീട്ടിലിരിക്കുന്ന സമയത്ത്. അതേസമയം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് PGNൻ്റെയും മീമിൻ്റെയും വെറ്റ് വൈപ്സ് ആണ്. ഇത് രണ്ടും ഇതുവരെ അലർജീസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ നല്ലതായിട്ട് എനിക്ക് തോന്നി. അത് ആ ഒരു 2 ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അടുത്തതെന്ന് പറയുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ്, അതുപോലെ പൗഡർ, ഓയിൽ, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിരുന്നത് സെബാമെഡിൻ്റെയാണ്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി യൂസ് ചെയ്യാൻ പറയുന്ന ബ്രാൻഡിൽ ഉൾപ്പെടുന്ന നെയിമാണ് സെബാമെഡ്. അപ്പം ഞാൻ സെബാമെഡിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ, അതുപോലെ ഓയിൽ, പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് സോപ്പ്. ഈ 3 പ്രൊഡക്റ്റ്സും യൂസ് ചെയ്തിട്ടുള്ളത് സെബാമെഡിൻ്റെ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇനി കുഞ്ഞിന് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നത് നെയിൽ ട്രിമ്മർ ആൻഡ് നെയിൽ കട്ടറാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നഖം വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തന്നെ കടിച്ച് കളയുമായിരുന്നു. പിന്നെ എന്താ പറയുക, യൂട്യൂബ് ഒക്കെ നോക്കിയപ്പോഴാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വായിലുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കയ്യിൽ ആവുകയും അത് ഹെൽത്തിന് നല്ലതല്ല എന്ന് കണ്ടപ്പോഴാണ് നമുക്കറിയാം നെയിൽ കട്ടറൊക്കെ വെച്ച് കട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ടാസ്ക്കാണ്. കുഞ്ഞ് അത്ര സോഫ്റ്റ് സ്കിന്നാണല്ലോ ബേബീസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആണ് ഞാനിങ്ങനെ എന്താ പറയുക ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് നെയിൽ ട്രിമ്മർ ഓപ്ഷൻ കണ്ടത്. ഇത് നെയിൽ ട്രിമ്മർ, ഇതാണ് നെയിൽ ട്രിമ്മർ എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് നെയിൽസ് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് നെയിൽ കട്ടറിൻ്റെ ആവശ്യം ആ സമയത്ത് വരുന്നില്ല. കാരണം അത്ര സോഫ്റ്റ് നെയിൽ ആയതുകൊണ്ട് ട്രിം ചെയ്യുമ്പോൾ തന്നെ അത് പൊക്കോളും. അപ്പം അങ്ങനെ അത് നെയിൽ ട്രിമ്മറാണ് ആ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ 3 months ആണ് നെയിൽ കട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ സെറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോൺ അതുപോലത്തെ വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഈവൻ കിഡ്സ് സ്റ്റോഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നെയിൽ ട്രിമ്മർ ആൻഡ് നെയിൽ കട്ടർ അത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഐറ്റമാണ്. അതിൽ ആദ്യത്തെ 3 months നെയിൽ ട്രിമ്മർ ആയിരിക്കും നല്ലത്. അതിനുശേഷം നെയിൽ കട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഡ്രൈ ഷീറ്റ്സ് ആണ്. കാരണം കുഞ്ഞിനെ ബെഡിൽ കിടത്തുന്ന സമയത്ത് ബെഡിലൊക്കെ യൂറിൻ ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഡ്രൈ ഷീറ്റാണ്. അല്ല ഇപ്പോൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡ്രൈ ഷീറ്റിൻ്റെ ആവശ്യം വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടൈം ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യാതിരിക്കുക. കാരണം പിന്നീട് അത് റാഷസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം എന്താ പറയുക, ഡയപ്പർ നൈറ്റിലോട്ട് മാറ്റി ഡേ ടൈം കോട്ടൺ ക്ലോത്ത്സ് ആണെങ്കിൽ കുഞ്ഞിനും കുറച്ചും കൂടി കംഫർട്ടായിരിക്കും, അതിൻ്റെ സ്കിന്നിനും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഡ്രൈ ഷീറ്റാണ് എൻ്റെ കയ്യിൽ 2 കൈൻഡ് ഓഫ് ഡ്രൈ ഷീറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ കൈൻഡ് ഓഫ് ഡ്രൈ ഷീറ്റ്, അതായത് അതിൻ്റെ മോൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രൈ ഷീറ്റും, പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ഡ്രൈ ഷീറ്റുമാണ്. ഇതിൽ കിടത്തുന്ന സമയത്ത് ഞാൻ അതിൽ കോട്ടൺ ക്ലോത്തും കൂടി വിരിച്ചിട്ടാണ് കുഞ്ഞിനെ കിടത്തുക. അപ്പം യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും ആ കോട്ടൺ ക്ലോത്ത് അത് അബ്സോർബ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റുക. ഈ ഡ്രൈ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ തന്നെ എന്താ പറയുക, യൂറിനൊക്കെ അത് അബ്സോർബ് ആവുന്ന കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് അതിൽ വരുന്നത്. അപ്പോൾ ഡ്രൈ ഷീറ്റാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ വാം ആയിട്ട് വെക്കണം. അപ്പം ജബ്ലാസ് യൂസ് ചെയ്യുന്ന സമയത്ത് കെട്ടുടുപ്പ് ആകുമ്പോഴത്തേക്കും എന്താ പറയുക, കൈയും കാലൊന്നും കവർ ആവുന്നില്ല. ആ സമയത്ത് നമ്മൾ മിറ്റൻസും ബൂട്ടീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിനെ കുറച്ചും കൂടി വാം ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ വേണ്ട ഐറ്റം എന്ന് പറയുന്നതാണ് നെറ്റ് ബെഡ്. അയ്യോ, അതില്ലാണ്ട് പറ്റത്തില്ല. കാരണം കൊതുകുകളൊക്കെ അത്രയും ഉള്ള ഒരു ഇതാണ്. അപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നെറ്റ് ബെഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കൈൻഡ് ഓഫ് നെറ്റ് ബെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെറ്റ് ബെഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇത് ഹാപ്പി കിഡിൻ്റെ നെറ്റ് ബെഡായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റ് ബെഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം വലിയ സൈസിലുള്ള നെറ്റ് ബെഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാവുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ അപ്പം വലുതാവുന്ന അനുസരിച്ച് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതിലും നല്ലത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിയൊരു നെറ്റ് ബെഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് കുറേ നാളത്തേക്കും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്യാരി ബെഡും കൂടിയുണ്ട്. അതായത് കുട്ടികളെ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ എല്ലാവരും കൊണ്ടു നടക്കുന്ന ടൈപ്പ് ബെഡാണ് അത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണോ
എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല. കുഞ്ഞിന് നമുക്ക് കയ്യിൽ ക്യാരി ചെയ്യാന്നുണ്ടെങ്കിൽ ആ ക്യാരി ബെഡിന്റെ ആവശ്യമില്ല. വെറുതെ പൈസ അത് വാങ്ങി കളയണമെന്നില്ല. പക്ഷെ നെറ്റ് ബെഡ് എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് ആണ്. ക്യാരി ബെഡ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് അത് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ എന്താ പറയുക, ന്യൂ ബോൺസിനെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരി ബെഡ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുഞ്ഞ് അതിൻ്റെ ഉള്ളിലാണെങ്കിലും കംഫർട്ടായിട്ട് ഇരിക്കും. പിന്നെയുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് ഓപ്ഷണൽ ആണ്. ഒന്ന് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പം വർക്കിംഗ് വുമൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം 4 months 5 months ഒക്കെ നമ്മുടെ ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ബ്രസ്റ്റ് പമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പമ്പ് ചെയ്ത് രാവിലെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഇത് ഓപ്ഷണലാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് PG&E ആണ്, വിത്ത് ബോട്ടിലാണ് വരുന്നത്. അപ്പം നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്തതിന് ശേഷം നമുക്കത് അതിൻ്റെ നിപ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് ബോട്ടിലായിട്ടും, അതായത് കുഞ്ഞിന് നിപ്പിൾ ബോട്ടിലായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെയും ഫീഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ ഒരു ഐറ്റം എന്ന് പറയുന്നത് പില്ലോസ് ആണ്. കുഞ്ഞിൻ്റെ തല നേരെ വെച്ച് കിടക്കാനായിട്ട് ഈ 2 kinds ഓഫ് പില്ലോസ് ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും മസ്റ്റ് ഹാവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് അതും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ പില്ലോസ് എന്ന് പറയുന്നത്. ബാത്ത് ടബാണ്. നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാളയിലാണ് കുഞ്ഞുങ്ങളെ കിടത്തി കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അറിയാം അങ്ങനെ എല്ലായിടത്തും ഒന്നും അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഓൺലൈനിൽ ഒക്കെ ആണെങ്കിലും അല്ലെ ഓഫ്ലൈൻ ആണെങ്കിൽ കൂടി കിഡ്സ് ഷോപ്പുകളിലൊക്കെ ബാത്ത് ടബ് അവൈലബിൾ ആണ്. ഇതാണ് ബാത്ത് ടബ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈസിലി ഈ ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. അതും ഞാൻ എന്താ പറയുക, മസ്റ്റ് ഹാവ് എന്നൊന്നും പറയത്തില്ല. ആളെ പോലത്തെ സംഭവം അവൈലബിൾ അല്ല. അപ്പം നാട്ടിൻപുറം അല്ല, സിറ്റിയിൽ കഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബാത്ത് ടബ്. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഈ ന്യൂ ബോൺ ബേബി എസെൻഷ്യൽ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തത്. സോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഞാനും ക്യാരിങ് ആയിരുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങണോ ഇല്ല, ഏതാ വാങ്ങണ്ടേ അറിയത്തില്ല. ഒരുപാട് പേരോട് ചോദിച്ചു, യൂട്യൂബ് നോക്കുന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അതിൽ കുറേ ഐറ്റംസ് വാങ്ങിച്ചത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല. അതായത് ഇങ്ങനത്തെ ബട്ട് ക്ലോത്ത്സ് ഒക്കെ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ആവശ്യം വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമല്ലോ. എന്താ പറയുക, ഇപ്പോൾ ഇത് വെറുതെ വാങ്ങി പൈസ കളയേണ്ട കാര്യം ഇല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് വാങ്ങിച്ച് നമ്മുടെ പൈസ പോകത്തുള്ളത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യാരി ബെഡ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുപോലെ ക്ലോത്ത്സ് വാങ്ങുമ്പോൾ എങ്ങനത്തെ ക്ലോത്ത്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോപ്പീസ് ബ്രാൻഡിനെ, പിന്നെ സ്കിൻകോ ബ്രാൻഡിൻ്റെ ആയിരുന്നു ക്ലോത്ത്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാങ്കറ്റ്സ് ആണെങ്കിലും സെയിം അത് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവത്തില്ല. അത് ശരിക്കും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ ബേബിക്കായിട്ട് റെഡിയാക്കുന്ന ബാഗിൽ വാങ്ങി വെക്കേണ്ട ഐറ്റംസ് തന്നെയാണ് ഇത്രയും എന്ന് പറയുന്നത് പ്രോഡക്ട്സ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി പ്രോഡക്റ്റ് നെയിംസും കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക്സും കൊടുത്തേക്കാം. ഓൺലൈൻ ലിങ്ക്സ് ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഉള്ള ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക്സും കൂടി ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye from Lakshmi.